മുച്ചി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തിരൂർ ജില്ലാ ആശുപത്രി റോഡിന് പിന്നാലെ തിരൂർ നഗരത്തിനുള്ളിലെ അച്ചുട്ടി റോഡും വീതി കൂട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി സ്ഥലം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. തിരൂർ നഗരത്തിന്റെ വികസനത്തിനായി സർവാത്മന സഹകരിക്കുന്ന ഭൂവുടമകൾക്കും നഗരവാസികൾക്കും ഭരണസമിതി നന്ദി അറിയിച്ചു. ജില്ലാ ആശുപത്രി റോഡിൽ നിന്ന് മോർച്ചറി വഴി ചമ്രവട്ടം റോഡിൽ പ്രവേശിക്കുന്ന റോഡാണ് അച്ചുട്ടി റോഡ്. വൺ വേ ആയി ഉപയോഗിക്കുന്ന ഈ റോഡിന് 3 മീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഇരുഭാഗത്തുമുള്ള ഭൂവുടമകൾ സൗജന്യമായാണ് ഭൂമി വിട്ടു നൽകിയത്. ഇതോടെയാണ് 7 മീറ്റർ ആക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സാമ്പത്തിക വർഷം തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്താനാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ദിനേന തിരക്കേറി വരുന്ന തിരൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകുന്ന പ്രവൃത്തി കൂടിയാണിത്. ജില്ലാ ആശുപത്രി റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന കൈതോളപ്പ് റോഡിന്റെ വികസനവും ആരംഭിക്കാനിരിക്കുകയാണ്. തിരൂർ നഗരത്തിന്റെ വികസനത്തിനായി സർവാത്മന സഹകരിക്കുന്ന ഭൂവുടമകൾക്കും നഗരവാസികൾക്കും നഗരസഭാ ഭരണസമിതി നന്ദി അറിയിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നത് ഇതിൻ്റെ പ്രദേശവാസികളോടാണ്. ഇവർ ഈ തൊട്ടടുത്തുള്ള ആളുകൾ മുഴുവൻ സൗജന്യമായി അവരുടെ സ്ഥലം വിട്ടുതരികയും ഇത് ഇനി 7 മീറ്റർ വീതിയുള്ള റോഡാക്കിയിട്ട് മാറാൻ പോവുകയാണ്. അതിനുള്ള പണികൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ്. മാർച്ചിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കേണ്ടതുണ്ട്. സൗജന്യമായി സ്ഥലം വിട്ടുതരികയും നല്ല രീതിയിൽ, കാരണം ഗതാഗത കുരുക്ക് കൊണ്ട് തിരൂര് വീർപ്പുമുട്ടുകയാണ്. എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളും ഇത്രയും കാലങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള വികസനം നടന്നില്ലെങ്കിലും ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ഞങ്ങൾ സഹിച്ചു വരികയായിരുന്നു. എന്തായാലും ഇതിനു വേണ്ടി സ്ഥലം വിട്ടു തന്ന ആളുകളോട് നന്ദി പറയുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. ഗതാഗത കുരുക്ക് കാരണം നട്ടം തിരിയുന്ന ജനതയ്ക്ക് ഒരു മോക്ഷം കൊടുക്കുക എന്ന കൗൺസിലിൻ്റെ പ്രഥമ പരിഗണനയോടെയാണ് ഈ അച്ചുട്ടി റോഡ് നിർമ്മാണം നടക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായി ഞങ്ങൾ കൗൺസിൽ കടപ്പെട്ടിരിക്കുന്നത് ഇവിടെ സ്ഥലം വിട്ടു തന്ന സ്ഥലമുടമകളോടാണ്. നഗരസഭയോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ കൈകോർത്ത് നിൽക്കുന്നു. ഈ വാർഡ് കൗൺസിലർ കൂടിയായ മരാമത്ത് സമിതി അധ്യക്ഷൻ സലാം മാസ്റ്ററാണ് ഇതിന് നേതൃപരമായ പങ്ക് വഹിക്കുന്നത്. എങ്കിലും ചെയർപേഴ്സണും ഞാനുമൊക്കെ തോളോട് തോൾ ചേർന്നാണ് ഇതിൻ്റെ പുരോഗതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് വെച്ചാൽ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ആശുപത്രിയിലേക്ക് വന്ന് പലപ്പോഴും ഗതാഗത കുരുക്കിലൊക്കെ പെട്ട് പ്രയാസപ്പെടുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കൂടി ഈ പ്രവർത്തിയിലൂടെ കഴിയുമെന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ധാർമ്മികമായിട്ട് കൂടി നമ്മൾ ഒരുപാട് താല്പര്യത്തോടു കൂടിയാണ് ഈ റോഡിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പ്രവൃത്തി സ്ഥലം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ KK സലാം മാസ്റ്റർ എന്നിവരും ഉണ്ടായിരുന്നു. സ്ഥലങ്ങളായിട്ട് ഗതാഗതക്കുരുക്കായിട്ട് കിടന്നിരുന്ന ഒരു റോഡ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഇടപെട്ടിട്ട് വികസനത്തിൻ്റെ അതിൽ വീതി കൂട്ടുകയാണ്. അപ്പോൾ സ്ഥല ഉടമകളായിട്ടുള്ള നമ്മളൊക്കെ അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെ ആയിട്ടാണ് തോന്നുന്നത്. സൗജന്യമായിട്ട് തന്നെ വിട്ടുകൊടുക്കുന്നത്.